സൂര്യ 48 സൂര്യയുടെ 48ാമത്തെ സിനിമ. പടം സംവിധാനം ചെയ്യുന്നത് TJ ജ്ഞാനവേലാണ്. ഹൊമ്പാലയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇതൊരു ബയോപിക് ആയിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോ ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണെന്നും അപ്ഡേറ്റ് വരുന്നുണ്ട്. ഏതായാലും രണ്ടിൽ ഏതാണെന്ന് ഇനിയും കൺഫേം ആവാനുണ്ട്. 2022 സൂര്യ കമ്മിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. അന്നിത് സൂര്യ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നതും. അന്ന് ഈ പ്രോജക്റ്റ് ഒരു ബയോപിക് ആണെന്നുള്ള നിലയിൽ ഡയറക്ടർ അടക്കം കൺഫേം ചെയ്തിരുന്നതാണ്. എന്നാലിപ്പോ 4 വർഷം കഴിഞ്ഞ് ഹൊമ്പാലെ പോലൊരു വലിയ പ്രൊഡക്ഷൻ സീനിലേക്ക് വരുമ്പോ അതിലും വലുതെന്തോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും പടത്തിന് ഷൂട്ടിംഗ് ഇപ്പോ ആരംഭിച്ചിട്ടുണ്ട്. സൂര്യ 49 സൂര്യയുടെ 49ാമത്തെ സിനിമ. പടം ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിനോദ് തന്നെയാണ് ഈ പടം ഡയറക്ട് ചെയ്യുന്നത്. ഡ്രീം വാരിയസ് പിക്ചേഴ്സ് ആണ് ഈ പടം നിർമ്മിക്കുന്നത്. ഈ പ്രോജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമയായിരിക്കും. ഒരുപാട് സ്റ്റാർസിൽ നിന്നും കൈമാറി സൂര്യയിലേക്ക് വന്ന വിനോദിന്റെ ഒരു കഥയാണ് ഇത്. വിനോദ് സിനിമയിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പൊളിറ്റിക്സ് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ പടമായിരിക്കും ഈ പടം. 2023 വിനോദ് ആദ്യം കമൽഹാസനെ വെച്ചാണ് ഈ പടം അനൗൺസ് ചെയ്തത്. KH33 എന്നായിരുന്നു പടത്തിന്റെ അനൗൺസ്മെന്റ് ടൈറ്റിൽ. റൈസ് ടു റൂൾ എന്നായിരുന്നു പടത്തിന്റെ ടാഗ് ലൈൻ. രാജ്കമൽ ഫിലിംസ് തന്നെയായിരുന്നു പടം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ പടം പിന്നീട് ഡ്രോപ്പ് ആയി പോയി. അങ്ങനെ പിന്നീട് ഈ പടം ചെന്നെത്തുന്നത് ധനുഷിലേക്കാണ്. അങ്ങനെ പ്രോജക്റ്റ് കൺഫേം ആയി ധനുഷിന്റെ 52ാമത്തെ സിനിമയായി ഈ പടം ചെയ്യാൻ പ്ലാൻ ഇടുന്നു. 7 സ്ക്രീൻ സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാനായി മുന്നോട്ട് വരുന്നു. പക്ഷെ പിന്നീട് അനൗൺസ്മെന്റിന് മുന്നേ തന്നെ ഈ പടവും ഡ്രോപ്പ് ആവുന്നു. പിന്നെ ഇതേ കഥയുമായാണ് വിനോദ് ദളപതി വിജയ് അടുത്തേക്ക് ചെല്ലുന്നത്. ദളപതി 69 വേണ്ടി ദളപതിയോട് വിനോദ് പറഞ്ഞത് ഈ കഥയാണ്. അങ്ങനെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സബ്ജക്ട് ആയതുകൊണ്ട് വിജയ് ഓക്കെ പറയുന്നു. ദളപതി 69ലേക്ക് വിനോദ് വരുന്നു. പക്ഷെ ദളപതി ആ പ്രോജക്റ്റിന് പകരം വിനോദിനെ കൊണ്ട് ജനനായകൻ ചെയ്യിപ്പിക്കുന്നു. മറ്റേ പടം അവിടെയും ഹോൾഡായി. അങ്ങനെ ഇപ്പോ അവസാനം ആ പ്രോജക്റ്റ് ഡ്രീം വാരിയസ് പിക്ചേഴ്സ് ലോക്ക് ചെയ്ത് വിനോദിന് അഡ്വാൻസ് കൊടുത്തു. ഇനി സൂര്യ വെച്ച് ചെയ്യുമെന്നാണ് ഇപ്പോ അറിയാൻ സാധിക്കുന്നത്. മുമ്പ് കറുപ്പിന് നടന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോ ഈ സിനിമയ്ക്ക് നടക്കുന്നത്. സൂര്യ 47 ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന നമ്മുടെ സൂര്യയുടെ 47ാമത്തെ സിനിമയായിട്ടുള്ള സൂര്യ 47 സിനിമയുടെ അപ്ഡേറ്റ് ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരിക്കുമെന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പടത്തിന്റെ ടൈറ്റിൽ ടീസറും ഫസ്റ്റ് ലുക്കും ആയിരുന്നു. പക്ഷെ ആ ദിവസം ഒരു സൂര്യ പടത്തിന്റെ അപ്ഡേറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എക്സ്പെക്ട് ചെയ്ത ഒരു അപ്ഡേറ്റ് പോലും വന്നില്ല. വിശ്വനാഥൻ സെൻസിലെ സോങ് പോലും പിന്നീടാണ് റിലീസ് ചെയ്തത്. സോ അപ്ഡേറ്റ് മുക്കിയതൊന്നുമല്ല, പ്രൊമോ റെഡിയാണെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. സൂര്യ 47 സിനിമയുടെ ടൈറ്റിൽ പ്രൊമോ ഓഗസ്റ്റ് 14 വിശ്വനാഥൻ സെൻസിനൊപ്പം തിയേറ്ററിൽ സ്ക്രീനിങ് ചെയ്യുമെന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. ജനനായകൻ ദളപതി വിജയുടെ അവസാനത്തെ സിനിമയാണ് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ. റിലീസ് മുടങ്ങി മാസങ്ങളോളം ഹോൾഡ് ചെയ്ത് അവസാനം ഒറിജിനൽ HD കോപ്പി ലീക്കായി 1.5 കോടി ആളുകൾ കണ്ട് അങ്ങനെ പിന്നെ 1-2 മാസം വെട്ടിയിലിരുന്ന് അവസാനം സർട്ടിഫിക്കറ്റോട് കൂടി റിലീസിന് വന്ന റീമേക്ക് പടം മാത്രമാണ് ജനനായകൻ. പക്ഷെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? കളക്ഷന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കളക്ഷൻ വൈസ് ഈ സിനിമ ഒരു വിജയമൊന്നും ആവില്ലെങ്കിലും ഇത്രയും പരിമിതികളുള്ള ഓൺലൈനിൽ ഇപ്പോഴും HD പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനൊരു പടത്തിന്, അതും ദുരന്ത റെസ്പോൺസ് ഒക്കെ കിട്ടി ഹിമാതിരി ഒരു പടത്തിന് കളക്ഷനൊക്കെ മിറാക്കിളാണ്. പടം ഇപ്പോൾ റിലീസായിട്ട് 4 ദിവസം കഴിയുമ്പോൾ ഇതുവരെ 220 കോടി വേൾഡ് വൈഡ് ആയി കളക്ട് ചെയ്ത് കഴിഞ്ഞു. വിജയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 9ാമത്തെ 200 കോടി പടമാണ് ഇപ്പോ ജനനായകൻ. ഇതൊന്നുമല്ല, കേരളത്തിൽ ഈ പടത്തിന് ഇതുവരെ 11.5 കോടി കളക്ഷൻ ഉണ്ട്. ആ ലോജിക്കാണ് ഒട്ടും മനസ്സിലാവാത്തത്. ഒരു ലീക്കായ റീമേക്ക് പൊട്ട പടത്തിന് കേരളത്തിൽ ഇത്രയും കളക്ഷനോ? അത് വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ കാരണമാണ്. ഇനി ജനനായകൻ കൂടി പോയാൽ 300 കോടി വരെ പോവായിരിക്കും. ബ്രേക്ക് ഇവനൊന്നും ടച്ച് ചെയ്യാനുള്ള സാധ്യതയില്ല. തമിഴ്നാട് ഒഴികെ ബാക്കി എല്ലായിടത്തും പടം ഏകദേശം വീണ്. ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ടും ഈ സിനിമ ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വിജയ് സിനിമ ആയതുകൊണ്ട് മാത്രമാണ്. പലർക്കും അംഗീകരിക്കാൻ പാടായിരിക്കും, പക്ഷെ അതാണ് സത്യം.